ഈ സിമെൻറ്റ് കുഴച്ചൊക്കെ വെച്ചേക്കുന്നത് എന്നത്തിനാണെന്നറിയാവോ? അതൊരു പുതിയ പ്ലാനുമായിട്ട് ആശാൻ ഇറങ്ങിയതാണ്. നമ്മുടെ തിയേറ്റർ പോലെ തന്നെ പുള്ളിക്ക് വേറൊരു ആഗ്രഹമായിരുന്നു വീട്ടും മുറ്റത്തായിട്ട് ഒരു ഫിഷ് ടാങ്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഈ മീനിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി കുറേ പഠനങ്ങളൊക്കെ നടത്തി എങ്ങനെയാണെന്നൊക്കെ. അതിനുശേഷം സ്വന്തമായിട്ട് അങ്ങ് പണിയാൻ തുടങ്ങി. കട്ടയും സിമെൻറ്റും മണലും ഒക്കെ അങ്ങോട്ട് ഇറക്കിയിട്ട് സ്വന്തമായിട്ടുള്ള പരിപാടി തുടങ്ങി. ഒരു 4000 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു കുളം അങ്ങോട്ട് കുത്തി. സോ ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽറ്റർ. അപ്പം ഞങ്ങൾ കോഴിക്കാർപ്പിനെ മേടിച്ചിടാനുള്ള ഒരു പ്ലാനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിൽറ്ററിങ് സിസ്റ്റം വേണമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ 4000 ലിറ്ററിൻ്റെ കുളമാണ് എങ്കിൽ പോലും ഞങ്ങൾ 8000 ലിറ്ററിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റി ഉള്ള ഇതാണ് വാങ്ങിച്ചത്, ഓൾ പൗണ്ട് സൊല്യൂഷൻ്റെ. സോ അത് വാങ്ങിച്ച് അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ പായ്ക്കോട് കൂടി എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടതെന്നെല്ലാം. സോ അത് നോക്കി ജിനു തന്നെയാണ് അതെല്ലാം ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു ബേബി ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിചയക്കാരൻ ചേട്ടനുണ്ട്. ആ ചേട്ടന് ഭയങ്കര വലിയൊരു കുളവും സ്വന്തമായിട്ട് വലിയ കുറേ കോഴി ഫിഷും ഒക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ അതിലൊരു എക്സ്പേർട്ടാണ്. അപ്പോൾ ചേട്ടനോട് ഞങ്ങൾ എല്ലാ കാര്യത്തിൻ്റെയും ഡൗട്ട്സ് എല്ലാം ചോദിച്ച് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിയുടെ അഭിപ്രായവും ഇൻസ്ട്രക്ഷനും അനുസരിച്ചാട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ കുറേ അതിനു വേണ്ടി നമ്മൾ പണിപ്പെട്ടു. എന്നിരുന്നാലും ഭയങ്കര സന്തോഷമാണ് ഫൈനലി വന്നപ്പം. സോ ഇത് പ്യുർ പോണ്ട് ബോംബ് എന്ന് പറയും. നമ്മൾ പുതുതായിട്ട് വെള്ളം നമ്മുടെ പോണ്ടിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാക്കണം. അതിന് ശേഷം മീനിന് ഇടാൻ പറ്റത്തുള്ളൂ. സോ ഈ സംഭവം മേടിച്ച് നമ്മുടെ കെട്ടെല്ലാം കഴിഞ്ഞ് വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോൾ മീനിനെ ഇടുന്നതിന് മുമ്പ് ആ ബോംബിനെ അങ്ങോട്ട് ഇട്ട് വെച്ചു. അപ്പോൾ ഇത് അവിടെ കിടന്നിട്ട് ബാക്ടീരിയനെ ഉണ്ടാക്കും, അമോണിയ ഒക്കെ എന്നൊക്കെ പറയുന്നത് പോലെ. സോ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മീനിനെ ഇടാൻ പറ്റത്തുള്ളൂ. ഒരു ഉളുമ്പ് മണം വന്നു തുടങ്ങിയതിന് ശേഷം. സോ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ മീനിനെ ഉണ്ടല്ലോ ഇത് കിളിയൊക്കെ വന്ന് കൊത്തിക്കൊണ്ടൊക്കെ പോകും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെറ്റിൻ്റെ വല കൂടി അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സോ അതെല്ലാം നമ്മൾ B&Q എന്നാണ് വാങ്ങിച്ചത്. അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മുടെ ഫിഷ് കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. എല്ലാം കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നതാണ്, ഭയങ്കര രസമാണ്. കോഴിക്കാർപ്പിനെയും നമ്മുടെ ഗോൾഡ് ഫിഷിനെയും കൂടെ മിക്സ് ചെയ്തായിട്ട് 18 എണ്ണത്തിന് ഞങ്ങൾ ടോട്ടൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫിൽറ്ററിങ് സിസ്റ്റമൊക്കെ നല്ല രീതിയിലാണ് നമുക്ക് ഇടാൻ പറ്റും. സോ ഈ കാണുന്നത് നമ്മുടെ ഫിൽറ്റർ വെച്ചേക്കുന്ന ഒരു ബോക്സാണ്. ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സാണ്. സോ അപ്പോൾ നമ്മുടെ ഫിൽറ്റർ ജസ്റ്റ് വെറുതെ പുറത്ത് വെക്കാതെ ഞങ്ങളങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ച് ഇതുപോലൊരു ഹോളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഇത് വെക്കുക. അതായത് ടുട്ടുവിൻ്റെ ബോളാണേ, അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. സോ നമ്മുടെ ഫിൽറ്റർ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടോ അങ്ങനെ ഗ്യാപ്പ് കൊടുത്ത് വെക്കുവാണ്. അപ്പോൾ സേഫായിട്ട് അങ്ങ് ഇരുന്നോളും. സോ ഇതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴല്ലോ ഇതിങ്ങളിങ്ങനെ പൊങ്ങി നമ്മുടെ അടുത്തോട്ട് വരും. നമ്മൾ തീറ്റയും കൊണ്ട് ചെല്ലുന്നതാണെന്നുള്ള രീതിയിൽ ഒരു എക്സ്ട്രാ എയറേഷനും കൂടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും മീനുള്ളതല്ലേ, അതുകൊണ്ട്. സോ ഇത് കണ്ടോ, നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതുങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വരും. ഓക്കെ, നമ്മൾ തീറ്റയും കൊണ്ട് ചെന്നാന്ന് ഓർത്തത്. അത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ സാധാ പറഞ്ഞേക്കുന്നതിനേക്കാളും കൂടുതൽ ഫിൽറ്ററും എയറേഷന് വേണ്ടിയിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും മീനുള്ളത് കൊണ്ട് ചിലപ്പോൾ അതുങ്ങൾക്ക് അത് തികയാതെ വന്നാലെന്ന് പറഞ്ഞാൽ സൈഡിലിരിക്കുന്ന ഫിൽറ്റർ സിസ്റ്റം അതിൻ്റെ വേണ്ടിയാണ്. കണ്ടോ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആശാൻ്റെ ഒരു ചിരി കണ്ടോ. എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുക്കുന്നത് വരെ ആശാന് ഒരു സമാധാനമില്ല കേട്ടോ. കുറേ കഷ്ടപ്പെട്ടു അതിന് വേണ്ടിയിട്ട്. പക്ഷേ ബലം കണ്ടു. നമ്മുടെ ഈ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനും അല്ലെങ്കിൽ ഇതുങ്ങൾ പൊങ്ങി വരുന്ന കാണാനൊക്കെ ഒരു ഭയങ്കര സന്തോഷം. അപ്പം ഇതാണ് ഞങ്ങളുടെ അടുത്ത